പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു കറി കേട്ടോ. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വേറൊരു കറിയും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ. മുളക് വറുത്ത പുളിയാണ്. ഇനി എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കിയാലോ. ഞാൻ തന്നെ 5 ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളകുണ്ട്, കരിയാപ്പിലയുണ്ട്, പിന്നെ വാളംപുളി ദാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പം ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പലർക്കും ഈ കറി വയ്ക്കാൻ അറിയാം, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പം 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും ചുവന്നുള്ളിയും എടുത്ത് വെച്ചേക്കുന്ന ഉണക്കമുളക്, കരിയാപ്പില ഇത് ഇത്ര ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ, അല്ലാതെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഈ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി കഴിക്കാം. എന്തെങ്കിലും ഒരു ഉണക്കമീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ്. പ്രത്യേകിച്ച് ഈ കറിയുടെ കൂടെ ഉണക്കമീൻ വറുത്തത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയ സ്പൂണ് ഉണക്കമുളക് ചതച്ചതാട്ടോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും മാത്രം മതി. ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വാളംപുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ഇടണം. അത് നമ്മൾ വേറെ മല്ലിയില ചേർക്കത്തില്ല, വെളുത്തുള്ളി ചേർക്കത്തില്ല, കുരുമുളക് ചേർക്കത്തില്ല. ഇതൊന്നും വേണ്ട കേട്ടോ, കായ ഒന്നും വേണ്ട. അതൊക്കെ ചേർത്താൽ രസം പോലെ വരും. ഇതങ്ങനെയല്ല കേട്ടോ. രസത്തിനേക്കാട്ടിലും ടേസ്റ്റാണ്, സൂപ്പറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഇത് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെട്ടി തിളച്ചാൽ മാത്രം മതി കേട്ടോ. എത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയാമോ? ഇനി നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാനില്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ചോറ് വയറ് നിറയെ കഴിക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് മുളക് വറുത്ത പുളി. പുളി ചേർക്കുമ്പോൾ ഒരുപാട് പുളി ചേർക്കല്ലേ, അപ്പോൾ ഒരുപാടങ്ങ് നമുക്ക് പുളിയുടെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കും. പുളി ആവശ്യത്തിന് മാത്രമേ ചേർക്കാവുള്ളേ. അഥവാ പുളി കൂടി പോകണമെങ്കിൽ ഉപ്പും വെള്ളവും ചേർത്ത് ബാലൻസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഇതും ഉണക്കമീൻ വറുത്തതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.